എനിക്കൊരു പെണ്ണ് കെട്ടാൻ വേണ്ടി ഇനി അങ്ങ് കൊടുവ് വരെ പോണ്ടി വന്നില്ലേ. ഓ, എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എനിക്ക് എന്തേലും ഞാൻ കല്യാണം കഴിച്ചു തരുവേനു. വല്ലാണ്ട് അങ്ങ് തിടകല്ലേ. ഞാൻ നിങ്ങളെ ആങ്ങളേൻ്റെ മോളെ ചോദിച്ചപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ പുളുത്തൂന്നല്ലേ പറഞ്ഞേ. എനിക്ക് കുടകുമായി. ഞാനെന്ത് പറഞ്ഞു? സങ്കടം കൊണ്ട അമ്മായി. ആ അച്ഛൻ അച്ഛൻ എടയാ ಚೆನ್ನಾಗಿದ್ರಾ? അതെന്തായാലും ഒന്ന് സെറ്റാക്കി തരണം നിങ്ങൾ. കഴിച്ച ಬ್ಯಾಕ್ ಸೈಡ್ ಅಲ್ಲಿರೋ ಫ್ರೆಂಡ್ಸ್ ಎಲ್ಲ ನಮ್ಮ ಮನೆಯಲ್ಲ ಬಂದವರ. ഓനാണ് പോയി കൊടുക്കുന്നത്. ഒരു പൈസ അറിയിച്ചേ ആളല്ലേ. ഒരു മിനിറ്റ് ആ പ്രൗഡ് കൊണ്ട് കൊണ്ടുണ്ട്. ഓനാ പണിനെ മറിച്ചിട്ട്. എടാ എന്തോ പറയുന്നു. ഹായ് ഹായ്, ಚೆನ್ನಾಗಿದೀಯಾ? നിന്റെ കാർ എടുത്തുന്നാ ചോദിക്കുന്നത്. കാർ ഇവനാ. അത് തിമ്മപ്പം മുളവന്റെ ഫോട്ടോ എടുത്തേ കാറിന്റെ മുകളിലുള്ള ആ ഫോട്ടോ വെച്ചിട്ട് ഒരു കച്ചവടം വെച്ചിട്ടുണ്ടാവും. ഇവർ അതെ 10 പൈസ ഓൻ്റെ അടുത്ത് എടുക്കാനില്ല. പറയാൻ്റെ കുറച്ചും കൂടെ എപ്പോഴും പറയണ്ടല്ലേ. പിന്നെ വിളിക്കാം. എന്ത് കാറെങ്കിൽ കാറ് നടന്നാൽ മതിയെന്നു. ഈ നാട്ടില് ഇങ്ങനെ കൊടകുന്നൊരു കല്യാണം ഇതാദ്യമായിട്ടാ. നിങ്ങളെ നാട്ടിലെ രീതിയൊക്കെ ഒന്ന് പറ. പെണ്ണിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കൊരു എഗ്രിമെന്റ് വേണം. അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അതിന്റെ കണക്കുകൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം. അതെല്ലാം നമ്മൾ ബ്രിഗേഡ്സിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ നാട്ടില് ഒരു തനതായ സംസ്കാരമുണ്ട്, ഒരു തനതായ രീതിയുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എഗ്രിമെന്റ് ഉണ്ടാക്കാനും മുമ്പോട്ട് പോകാനും. എല്ലാം ഓക്കെ. എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് വന്നു ചേച്ചി. അതിവിടെ ഉണ്ട്. നിങ്ങളുടെ ബ്രോക്കർ പറഞ്ഞ് റെഡിയാക്കി വെച്ചാ അതൊന്ന് വായിക്കാം. മലയാളത്തിലും കന്നഡയിലുണ്ട്. മലയാളത്തിൽ വായിക്കും. മേമുണ്ട് അംശം ചാത്തോത്ത് ദേശം വാണംപറമ്പിൽ നാണുമകൻ ബ്രിഗേഷും കുടക് ബോണിക്കുപ്പ SR ഹജ്ജ് നഗർ സോമപ്പാൽ കാവേരി തമ്മിൽ നടത്തുന്ന കല്യാണത്തിന് സ്ഥലം പാർട്ടി സെക്രട്ടറി വനജയുടെ മുഖതാവിൽ ബന്ധപ്പെട്ടവർ ഒപ്പുവെക്കുന്നതാണ്. എല്ലാവർക്കും കേൾക്കാനല്ല. തീരുമാനിച്ചുറപ്പിക്കപ്പെട്ട ബ്രോക്കർ ചാർജ് 1 ലക്ഷം രൂപയുടെ പകുതി കല്യാണം ഉറപ്പു നൽകുന്നതെന്നും ബാക്കി പകുതി കല്യാണ തലേന്നും ബ്രോക്കർമാരെ ഏൽപ്പിക്കേണ്ടതാണ്. വധുവിന് കല്യാണം ഇത് ഇവിടെ ഉറപ്പിച്ചു പോയിനെ. 1 ലക്ഷം രൂപയും പൂ മോഡൽ കുറച്ച് നീട്ടിയിട്ടാണ്. കക്കൂസ് എടുക്കാനുള്ള ചാർജും വല്ല മാറ്റം ഉണ്ടെങ്കിൽ ആടേക്ക് വിളിക്കാം. 1.5 ലക്ഷമാണ് നമ്മുടെ കൂലി. അറിയാലോ, ആരും മറക്കണ്ട. നൽകുന്നതാണ്. കല്യാണം ഉറപ്പ് നൽകി 1 മാസത്തിനുള്ളിൽ പൂമൂടൽ ചടങ്ങ് നടത്തപ്പെടുകയും അവിടെ നിന്നൊരു മാസത്തിനുള്ളിൽ ഭഗവാന്റെ പേര് കഴിയാൻ കാത്തിക്കണ്ട. കല്യാണപ്പെടുന്നതുമാണ്. 5000 റുപ്യ അധികം കിട്ടിയ ഊറോളെ വേറെ ആർക്കെങ്കിലും മാർക്ക്. എനക്കത് തോന്നുന്നു. എന്താ മത്തി കച്ചവടം. മോനെ മോനെ മൃഗേഷേ മോനെ എടാ എഴുന്നേൽക്ക്. ഐശുവിനെ മമ്പടത്തെ കൊണ്ടുപോവാ. എനിക്കോടെ കാണണ്ടേ. உங்ககிட்ட கொஞ்சம் பேசணும். கொஞ்சம் வெளில கூட்டிட்டு போறீங்களா? ഇங்கே ആരെങ്കിലും വരുമോ? എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇന്നലെ രാത്രി എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാം. உங்க மேல தப்பு இல்லை. நான் உங்க கூட வரும்போதே இதெல்லாம் நடக்கும்னு நினச்சேன். எனக்கு தெரியும் நீங்க நல்லவர் தான்.
உங்களுக்கு என்ன பிடிக்கும்னு எனக்கு தெரியும். ஆனால் நான் பிறந்ததும் வளர்ந்ததும் எல்லாம் உங்களை மாதிரி இல்லை. நான் ஒரு ஆசிரமத்தில் வளர்ந்த பொண்ணு. எங்களுக்கு கல்யாணம் அப்படின்னு ஒன்று இல்லை. என்னால் உங்களை கல்யாணம் பண்ணவும் முடியாது. நான் அன்னைக்கே சொன்னேன்ல, பொங்கலுக்கு ஒரு நாள் முன்னாடி எனக்கு போகணும். நான் உங்கள் வீட்டில் வந்ததுக்கப்புறம் எல்லாரும் பெருசாக கொண்டாடுறாங்க. நானும் சந்தோஷமாக தான் இருந்தேன். இந்த வாழ்க்கையில் எனக்கு அதெல்லாம் கொடுத்து வைக்கல. தயவு செஞ்சு எந்த ஆசை பாசத்தையும் காமிக்காதீங்க. என் மனசை நீங்க எவ்வளவு முயற்சி பண்ணாலும் மாற்ற முடியாது. எனக்கு போகணும், போய் தான் ஆகணும். പോണം 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 എവിടെ പോണം അതെന്താ പറയാത്തത്? നീ സന്യാസിയാണെ ആശ്രമത്തിൽ കഴിയണോ? ഞാൻ ആടെ തന്നെ കൊണ്ടാക്കി തരാം, ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിടത്ത്. அதெல்லாம் சொன்னா உங்களுக்கு புரியாது, உங்க மண்டையில ஏறாது. അതാ ഞാൻ പിന്നെ ചോദിക്കുന്നത്, എവിടെ പോണ്ടേ? എന്താ എന്റെ പ്രശ്നം? നിന്റെ ആശ്രമത്തിലെ സ്വാമിമാരൊക്കെ ഇങ്ങനെ മതിലും ചാടി നടക്കുവാന്നോ? എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, അതെന്താന്ന് എനിക്ക് അറിയണോ? ഇന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എന്റെ നാട്ടുകാർ മൊത്തം കണ്ട എനിക്ക് നാളെ എന്തെങ്കിലും പറ്റിയാല് എന്നോടാ ചോദിക്കുക. കല്യാണം രജിസ്റ്റർ ആക്കിയിട്ടില്ല എന്ന് വനചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ഇതെങ്ങാനും പാർട്ടിക്കാരറിഞ്ഞ നീ പറ, എന്താ എന്റെ പ്രശ്നം? ലിങ്ക് ഗോപാല പോലീസ് പിടിച്ചിട്ടുണ്ടോടാ സ്കിൻ ഡോക്ടർക്ക് ലിങ്ക് അയച്ചേനി. ബ്രിഗേഷേ, ഇനി എഴുന്നാടാ ഓളെയും കൂട്ടി വരുന്നേ? മാറി കളിയാ. ഇനി എന്താ അലമ്പുണ്ടാക്കിച്ചിട്ടുണ്ടാ? എന്നോട് പറടാ. ഇനി എന്താ അലമ്പുണ്ടാക്കാനാ? കുറച്ച് സൂര്യം തരുമോ? അത് ശരി, അപ്പൊ ഞാനൊരു സൂര്യ കേട്ടല്ലേ അല്ലേ? പറടാ. എന്റെ പൊന്നളിയാ, 2 ദിവസം നിങ്ങൾക്ക് എങ്ങോട്ടേലും ഒന്ന് മാറി നിൽക്കാം. കുറെ നാളായില്ല ഒന്ന് പെറ്റ് കിടക്കും. പെറ്റ് കിടക്കുന്ന ബ്രിഗേഷേ, ഞാനിവിടെ ഉള്ളത് പിന്നെ പ്രശ്നം ഇന്റെ സകല പ്രശ്നം ഞാനിടാ ഓടി മുന്നിൽ വരല്ലേ അല്ലേ? ഇന്റെ എത്ര കേസും ജാമ്യം നിൽക്കണം എനിക്ക് വേണ്ടിട്ട്. ബ്രിഗേഷേ പറ, ഇത് ഇഞ്ഞാഴ്ച ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ്, എന്റെ കൊന്ത കയറണ്ട. ഞാൻ പറഞ്ഞേക്കാം. നിർത്തിക്കോളി. എന്ത് നിർത്തിക്കോളി? ഇത് ഇവന്റെ മണിവേഗ കൊട്ടാരം വന്നിന്. മണിവേഗ കൊട്ടാരം പെറ്റ് കിടക്കുന്നു അല്ലേ? എനിക്ക് ഇവിടെ കിടക്കാൻ നേരം വഴിക്കൊരു മുറിയുണ്ട് ഇവിടെ. ഇഞ്ചി കുറ്റാടന്റെ വീട്ടിൽ വന്നല്ലേ? അന്തസ്സുള്ള വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നതാടാ. ഇഞ്ചി പെങ്ങളില്ല, ഇവളെ കെട്ടുമ്പോ 5 പൈസന്റെ സ്ത്രീധനം തന്നിക്കാ. തന്നിനക്ക് തന്നിരാ അമ്മ? ഞാൻ ചോദിച്ചിക്കാ 5 പൈസ ചോദിച്ചിക്കാ. ഇങ്ങനെ മുട്ടെടുക്കുന്നേ ഏടെ കൈ പോന്നേ. ഈ നാടും വീട് തെണ്ടി നടക്കുമ്പോ ഇതുപോലത്തെ ഒരു സാധനം എന്റെ പെങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഓർമ്മിച്ച് കിടഞ്ഞി പറയടാ. 2 പ്രസവം എന്റെ ചെലവില് എന്റെ വീട്ടിൽ വെച്ച് നടന്നിട്ട് ഒരു 5 ഉറുപ്പിക ഞാൻ നിക്കടാ. എടാ ഇനി അങ്ങോട്ട് കേറി നോക്കിക്കടാ. സീരിയല് ഇവര് കാര്യം പറയുമ്പോ സീരിയലാ. ഇവെന്നെ പറഞ്ഞറിയാ, പെറ്റ് കിടക്കുന്ന പോലെ പെറ്റ് കിടക്കുന്നെന്ന്. നിർത്തുന്നില്ലടാ, നിർത്തി അടിച്ചില്ലടാ. അടിക്കടാ എന്നെ. സമാധാനായില്ലേ? എല്ലാരും അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അളിയന്റെ പേര് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഓരോ വീട്ടിൽ സ്ഥലമില്ലായിട്ടുള്ള അവരോട് വന്ന് നിൽക്കുന്നേ. എന്റെ അടുക്കുന്ന മാറിയൊക്കെ മടിയായിട്ടാ. എന്റെ പൊന്നു പോലെ തന്നെ എത്ര കാലം നോക്കിയേ. ആട്ടി പായിച്ചപ്പോ ഇവിടെ ഇറങ്ങി പോകുമ്പോ നിങ്ങൾക്കൊന്ന് വിളിച്ചൂടേനോ? ഞാനാണോ മോളെ വിളിക്കേണ്ടത്? കോലായി നിന്റെ അച്ഛനൊരുത്തൻ ഇവിടെ ആണായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ചോദിച്ചു നോക്കാതിരിക്കുന്നോളോട് രാവിലെ വിളിച്ചോണ്ട് എന്താ ഓതി കൊടുത്തേന്ന്. മതി അളിയാ, നിർത്ത്. എന്തെന്നാ ഇത്?
എപ്പ ഞാൻ തുടങ്ങിക്ക് ഓൻ കുടിക്കട്ടാ, ഓന് വിഷമം ഉണ്ടാവൂലേ? ആ കുടിപ്പിക്ക്. ഓസിന് കുറെ കിട്ടുന്നതല്ലേ, ബ്രിഗേഡിന്റെ കുറെ വാങ്ങി നക്കിക്ക്. ഇനി കുറെ അളിയന്നെ വാങ്ങി നക്ക്. എന്ത് നക്കിലാണ് ഇഞ്ഞി പറയുന്നേ? ഓന് പെണ്ണ് കാട്ടി കൊടുത്തത് കൂലി മേടിച്ചെന്നല്ലാതെ എന്ത് നക്കുന്ന ഇഞ്ഞി പറയുന്നേ? ആ ബ്രിഗേഷ് അതാ പുഴക്കരേന്ന് അടിക്കുന്നു. മന്ദ നല്ല ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവും. അല്ല അളിയ എനക്കറിയായിട്ട് വയ്ക്കുക. നിങ്ങൾ എവിടുന്ന് ഓനാടുന്ന് കുടിച്ച് മേടിക്കുക, എന്തെന്നതിന് മാത്രം പ്രശ്നം? അല്ല പിന്നെ ഓന്റെ കാര്യം ഞാൻ അധികം കൂടുതലുണ്ടാ ഇവിടെ നന്ദിയില്ലാത്ത നാറിയവൻ. പെറ്റ് കിടക്കുന്നത് പോലും പെറ്റ് കിടക്കുന്നത്. ഞാൻ അടുള്ള നാളാവട്ടെ പോയപ്പോ ഓന്റെ കുഴപ്പം നാട്ടിൽ അറിഞ്ഞില്ല. അഴിയണു അഴിയണു. പ്രാക്കുട്ട എന്നോടാണ് ഇറങ്ങി പോവാൻ പറഞ്ഞിക്കടാ. അഴിയണ്ടി കുഞ്ഞാവോന ആശ്രമം തട്ടിക്കൊണ്ടത് പെണ്ണിനെ പോലെ പാർപ്പിച്ചിരിക്കുന്നത് ഒരു ഭാര്യ കുത്തല്ല. പാർട്ടിക്കാരനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകണോനാ. അത് ശരി. അപ്പൊ ആശ്രമത്തിന് പൊക്കിക്കൊണ്ടുവന്ന പെണ്ണാന്ന് ഓൻ കൂടെ പാർപ്പിച്ചതല്ലേ? അളിയെ ഇവിടെ നടിച്ചോണ്ടിരിക്കും, ഞാൻ ഇപ്പൊ വരാം. എന്ത് നാളെയാ ചൂടും പുറത്ത് ഓരോന്ന് വിളിച്ചു പറയാം. നിങ്ങൾ മരിച്ചാൽ ചാവിനിരിക്കണ്ടാ ബ്രിഗേഷ്, അത് മറന്നോണ്ട.